ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം നിലവിൽ കോൺട്രവേഴ്സി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹണി റോസും ബോബി ചെമ്മന്നൂരും രാഹുൽ ഈശ്വരും എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആസ് എ വിമൻ, ആസ് എ മോഡേൺ വിമൻ, എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, അല്ല എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് വ്യൂവേഴ്സ് എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻ അല്ല അവരുടെ കമൻസ് അല്ല അവരുടെ അഭിപ്രായവും കൂടെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്നതും കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, എനിക്ക് ഈ പറയുന്ന ഒരു 30+ ആണ്. ഞാനൊരു അമ്മയാണ്. അപ്പം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ ഡ്രസ്സിങ്ങും ഇടുന്ന ഒരാൾ, എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സും ഞാൻ ഇടുന്ന ആൾ. എല്ലാന്ന് വെച്ചാൽ എവറി ഡ്രസ് ഐ വെയർ. ബട്ട് ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ പോകുന്ന സ്ഥലം, പിന്നെ ക്രൗഡ്, പിന്നെ എന്ത് ഒക്കേഷനാണ് എന്നത് ഞാൻ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ഡ്രസ്സും ഇടുന്നത്. ലൈക്ക് നമ്മളൊരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ പാർട്ടി വെയർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പൂൾ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്. അപ്പോൾ എല്ലാ തരത്തിലും ഡ്രസ്സിങ് ഇടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ച് ജനങ്ങളിൽ എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാട്ടോ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അല്ലെങ്കിൽ പൊതുവെ ഒരു വിമൻ അല്ലെങ്കിൽ ഗേൾസ്, നമ്മളൊരു ഒരു പീരീഡ് ഓഫ് ടൈം വരെ, അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ഏജ് വരെ നമ്മുടെ അമ്മമാർ പറയുന്ന കേൾക്കും. അമ്മമാർ പറയും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാവുള്ളൂ, ഇങ്ങനത്തെ നമ്മൾ കേൾക്കും. പിന്നെ നമുക്ക് നമ്മുടേതായ നമ്മളെല്ലാം മനസ്സിലാക്കത്തക്ക ഒരു പ്രായം വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചോയ്സ് ഓഫ് ഡ്രസ്സിങ് വരും. അതാണ് ഏറ്റവും റൈറ്റ്. നമുക്ക് നമ്മുടെ ചോയ്സ് ഓഫ് ഡ്രസ്സിങ് ഉണ്ട്, നമുക്ക് റൈറ്റ്സ് ഉണ്ട്, നമുക്ക് എന്ത് ഡ്രസ്സായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അത് ഐ ടോട്ടലി അഗ്രി. ബട്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സിങ്, നമ്മൾ പോകുന്ന സ്ഥലവും, നമ്മുടെ ക്രൗഡും, പിന്നെ എന്ത് ഒക്കേഷനാണ്, അത് ഡെഫിനറ്റ്ലി നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ കരുതി നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്യേണ്ട ഒരു ഡ്രസ്സിങ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ഡ്രസ്സിങ് നമ്മുടെ ചോയ്സാണ്. നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഒന്നും അല്ല ഇവിടെ വിഷയം. ആൾക്കാരുടെ കാഴ്ചപ്പാട്, നമ്മളിപ്പോൾ സൊസൈറ്റിക്കകത്തോട്ടാണ് പോകുന്നത്. ഒരു സൊസൈറ്റിക്കകത്തോട്ട് നമ്മൾ പോകുമ്പോൾ, നമ്മുടെ വീട്ടിനകത്ത് യു ക്യാൻ വെയർ എനിത്തിങ്, യു ക്യാൻ ബി വാട്ട് എവർ യു വാണ്ട്. ബട്ട് നമ്മൾ പുറത്തോട്ട് ചെല്ലുമ്പോൾ ഓബ്വിയസ്ലി നമ്മളെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കൂട്ട് ഡെഫിനറ്റ്ലി അത് ആൾക്കാരുടെ കണ്ണുകളിൽ കൂടെ കാണുന്ന കാഴ്ചയാണ് തെറ്റ്. ഡെഫിനറ്റ്ലി അത് അവരുടെ ചിന്തയാണ് തെറ്റ്, അവരുടെ പെർസെപ്ഷനാണ് തെറ്റ്. എവ്രിതിങ് ഈസ് ട്രൂ. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് മാറ്റാൻ പറ്റുമോ? ഇല്ല. അല്ലെ നമ്മളിപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ രണ്ടാളിൻ്റെയോ കാഴ്ച കാണുന്ന രീതി നമ്മൾ മാറ്റാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, നമ്മൾ ഈ 1-2 ആൾക്കാരെ മാറ്റിയിട്ട് കാര്യമില്ല. നമ്മുടെ ഹോൾ കൺട്രി, നമ്മുടെ ഇന്ത്യ മൊത്തം ഉള്ള ആളുകൾ ഇങ്ങനത്തെയാണ്. അപ്പം നമുക്ക് എല്ലാവരെയും മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ സേഫായിട്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ കരുതിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, വൈ ഷുഡ് വി ഗോ? നമുക്ക് എല്ലാവരുടെയും കണ്ണടയ്ക്കാൻ പറ്റത്തില്ല, എല്ലാവരുടെയും വായടപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ് നമ്മൾ ചെയ്യുക എന്നുള്ളത് ബേസിക്കായിട്ട്. ഇപ്പം എനിക്കൊരു മോളുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മോളെ വളർത്തുമ്പോൾ ഞാൻ അങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞു വളർത്തുന്നത്. എൻ്റെ മോൾ മാത്രമല്ല, എൻ്റെ എല്ലാ ഫാമിലി ഫ്രണ്ട്സിനും പെൺകുട്ടികളാണുള്ളത്. അപ്പം എല്ലാവർക്കും ലൈക്ക് ബാധകമാണ്. അവരാരെ കണ്ടുപിടിക്കും? നമ്മൾ അമ്മമാരെ കണ്ടുപിടിക്കും, ഒരു സൊസൈറ്റിയിലെ ആൾക്കാരെ കണ്ടുപിടിക്കും, അല്ലേ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ മോശമായിട്ട്, അല്ലെങ്കിൽ മോശം എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സിങ്, നമുക്ക് എൻ്റെ മോൾക്ക് ഒരു മോഡലാവണം, അല്ല എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അതിനനുസരിച്ച് വേണം ഞാൻ ഡ്രസ്സ് ചെയ്യാൻ എന്ന് എൻ്റെ കൊച്ചിന് തോന്നണം. അല്ലെ എൻ്റെ അമ്മ ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു റോൾ മോഡലാണ് നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് തന്നെയാണ്. ബട്ട് നമ്മൾ എപ്പോഴും സ്ഥലം, സന്ദർഭം, ഒക്കേഷൻ, ക്രൗഡ് എല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. പിന്നെ
പിന്നെ നമുക്ക് എന്ത് മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ആൾക്കാരുടെ കാഴ്ചപ്പാടോ ആൾക്കാർ കാണുന്ന രീതിയോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അല്ലെ അവർ കമൻസ് ഇടുന്നതോ അല്ലെ നമ്മൾ പബ്ലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ഒന്നും തന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. 1-2 ആൾക്കാരെ മാറ്റാൻ പറ്റുമായിരിക്കാം, ബട്ട് നോട്ട് എവ്രി വൺ. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ, റൈറ്റ്? സോ നമുക്ക് ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ സിസ്റ്റമാണ്. ഇപ്പൊ പുറത്തൊക്കെ ഒന്ന് എന്തെങ്കിലും ക്രൈം ടുവേർഡ്സ് വിമൻ അല്ലെ എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ലോ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും സ്ത്രീകളെ കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് അത് ഒരു ക്രൈമായിട്ട് കണ്ട് അവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഉടനെ അവർ പുറത്തിറങ്ങി വരിക. സോ എവ്രി മെൻ, എല്ലാ ആൾക്കാരും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ നാടിൻ്റെ ലോ സിസ്റ്റം ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നറിയുന്നത് കൊണ്ടാണ് അവർക്ക് എല്ലാത്തിനും ഒരു ഫ്രീഡം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ലൈക്ക് നമ്മുടെ ലോയിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരട്ടെ, അന്നേരം ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട്, ഞാൻ കേസ് കൊടുത്തിട്ട് 10 വർഷമായി, ഞാൻ കേസ് കൊടുത്തിട്ട് 15 വർഷമായി, ലൈക്ക് ഇന്ന സംഭവങ്ങളാണ് ഞാൻ കൊടുത്തേക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇതുവരെ ഒന്നും കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ലോ സിസ്റ്റം. അല്ലാതെ നമ്മൾ വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലോ ആണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. പുറത്ത് ഗൾഫ് കൺട്രീസിലൊക്കെ എങ്ങനെയാണെന്നറിയോ? ഗൾഫ് കൺട്രീസിലൊക്കെ തീർക്കും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ വരണമെന്ന് പോലും അല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക, ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വേർഡിക്റ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞിടയ്ക്ക് സിംഗപ്പൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സിംഗപ്പൂരിൽ പോയ ആ ഡേ 1 മുതൽ 10 ഡേയ്സ് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. 10 ഡേയ്സ് ഞാൻ വെറൈറ്റി ഓഫ് ഡ്രസ്സസ് ഇട്ടു കേട്ടോ. വെറൈറ്റി ഓഫ് ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ ഷോർട്ട്സും പാർട്ടി വെയർസും ഒക്കെ ഞാൻ ഇട്ട് കേട്ടോ. ബട്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഒരാൾക്കാരും നോട്ടം കൊണ്ട് പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് സിംഗപ്പൂർ, നോട്ട് ഇന്ത്യ. ഇന്ത്യയിൽ നമുക്ക് ആ ഒരു ഫ്രീഡം ഇല്ല, നമുക്ക് അങ്ങനെ ഇട്ട് പോകാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ കൺട്രി അങ്ങനെ ആയതും കൊണ്ട്, നമ്മുടെ കൺട്രിയിലെ ആൾക്കാർ അങ്ങനെ ആയതും കൊണ്ട്, നമ്മുടെ ലോ അങ്ങനെ ആയതും കൊണ്ടാണ്. ആ 10 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഞാൻ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ എനിക്ക് പെട്ടെന്ന് മനസ്സുകൊണ്ട് തോന്നും നമ്മുടെ നാടാണ്, നമുക്ക് അങ്ങനെ പറ്റത്തില്ല എന്ന് നമ്മുടെ ഐഡിയലി എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. അതെന്തുകൊണ്ടാണ്? അത് ഇപ്പം ഈ പറയുന്ന പോലെ നമുക്ക് വിമൻ ഫ്രീഡം ഒന്നും അല്ല കേട്ടോ. അത് നമുക്ക് ഈ പറയുന്ന ഉള്ളുകൊണ്ട് നമുക്കൊരു ഫ്രീഡം അന്നേരം തോന്നിക്കുന്നില്ല. വാട്ട് എവർ ഫ്രീഡം വി ഹാവ്, നമുക്ക് ഈ പറയുന്ന തൊട്ട് ഡ്രസ്സിങ്ങിന് ഉള്ള ഒരു ഫ്രീഡം നമുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് ആൾക്കാരുടെ കാഴ്ചപ്പാട്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എല്ലാം വരുന്നതും കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡ്രസ്സിങ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ ഞാൻ ഒരിക്കലും ഈ ബോഡി ഷെയ്മിങ്ങിന് പറയാം, ബോഡി ഷെയ്മിങ് ഈസ് റിയലി ബാഡ്. ഈ പറയുന്ന പോലെ കുന്തി ദേവിയെ പറയുന്നതോ അല്ലെ ഒരു വ്യക്തിയെ നമ്മൾ വിളിച്ചു വരുത്തി, ഒരു ഫങ്ഷന് വേണ്ടി വിളിച്ചു വരുത്തി, അല്ലെ വാട്ട് എവർ ഡ്രസ്സിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് കുന്തി ദേവിയാണെന്നോ അല്ലെ വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കാണിക്കുകയോ അത് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നോബഡി ഷുഡ് ഡു. അത് മാത്രമല്ല, ബോഡി ഷേമിങ് പല രീതിയിലുണ്ടല്ലോ. ഞാൻ പണ്ട് മെലിഞ്ഞിട്ടായിരുന്നു, അപ്പോൾ എല്ലാവരും എന്നെ ഒന്നും കഴിക്കത്തില്ലേ, മറ്റേ പഞ്ചജീരകൂടം കഴിക്കും, ശരീരം വർദ്ധിക്കും, ഷേപ്പ് ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, പണ്ട് മുതലേ ബോഡി ഷേമിങ് ഉണ്ട്. അപ്പം ബോഡി ഷേമിങ് പണ്ട് വേറെ രീതിയിലായിരുന്നെങ്കിൽ ഇന്നത് കുറച്ചുകൂടെ പൊങ്ങി വരുന്നു, അത്രയേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. പണ്ട് മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു എവല്യൂഷനിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ് ഈസ് ദെയർ റൈറ്റ് ഫ്രം ഇയേഴ്സ് ബാക്ക്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ അനുഭവിച്ചിട്ടുള്ളത് ഒരുപാട് ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബോഡി ഷേമിങ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിത്തിങ് ലെറ്റ് ഇറ്റ് ബി. ഓരോരുത്തരും ഓരോരോ വിഷമത്തിലായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോയ്ക്കത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ചിലരുണ്ട് കേട്ടോ, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്, ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ടൈപ്പാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആളോ ഓപ്പണായിട്ട് ലൈക്ക്
ഈ പറയുന്നതായിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കത്തില്ല. അവരുടെ എല്ലാവരുടെയും മനസ്സിൽ കിട ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് ഡിപ്രഷൻ. ഇപ്പോൾ ഒരാളിനെ ഇപ്പം നീ മെലിഞ്ഞിരിക്കുക എന്ന് നമ്മൾ ഓപ്പണായിട്ട്, ഞാനിപ്പോൾ ഓപ്പണായിട്ട് നീ എന്താ മെലിഞ്ഞിരിക്കുന്നത് അങ്ങനെ, ചിലപ്പോൾ മേ ബി ഐ ആം മറ്റേ ഓപ്പൺ മൈൻഡഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് ഞാനങ്ങ് തുറന്നു പറഞ്ഞു എന്ന് ഞാനങ്ങ് പറയാം. പക്ഷേ ഈ കേൾക്കുന്ന ആൾ ഈ സംഭവം തന്നെ ഒരുപാട് വ്യക്തിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് ഒരു ദിവസം കേൾക്കുന്ന ആളായിരിക്കും. അപ്പോൾ എന്ത് ഇമോഷൻസ് ആയിരിക്കും മനസ്സിൽ കൂടെ പോകുന്നത്, എന്ത് ഡിപ്രഷനിലോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങളിപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കാം, നിങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയുന്ന ആളായിരിക്കാം, പക്ഷെ നിങ്ങൾ പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ കേൾക്കുന്ന വ്യക്തി നിങ്ങളെപ്പോലെ ആവണോ എന്നില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളിപ്പോൾ ഈ പറയുന്ന തൊട്ട് സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ ആണ്, എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു ഹോണറിങ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. യു ആർ ജസ്റ്റ് ദ സെയിം ലൈക്ക് അതേഴ്സ്. സോ മേക്ക് ഷുവർ വാട്ട് യു സ്പീക്ക്, വാച്ച് യുവർ വേർഡ്സ്, അതേ ഞാൻ പറയുള്ളൂ. പിന്നെ ഒപ്പീനിയൻ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് എത്ര പേർക്ക് യോജിച്ച് പോകാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ബീങ് എ മോഡേൺ വിമൻ, ഞാൻ ഈ പറയുന്ന കൊണ്ട് ഞാനും ഇന്നത്തെ കാലത്തെ വിമൻ തന്നെയാണ്. ഐ സപ്പോർട്ട് എവറിത്തിങ്, ഡ്രസ്സിങ് ആണെങ്കിലും ചോയ്സ് ഓഫ് ഡ്രസ്സിങ് ആണെങ്കിലും ഇപ്പം എല്ലാ രീതിയിലും ഇതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പല ഒപ്പീനിയൻ വരാം. അപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു കൊച്ചു പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു കോളേജിലെ കുട്ടി, നമ്മുടെ ചോയ്സ് ഓഫ് ഡ്രസ്സിങ്, നമ്മളാണ് നമ്മുടെ ചോയ്സ് ഓഫ് ഡ്രസ്സിങ്, ആൾക്കാരുടെ ചിന്തയാണ് തെറ്റ്, ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് തെറ്റ്, അവരെ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾ എത്ര പേരെ പോയി അറസ്റ്റ് ചെയ്യും? ഒരു വീഡിയോ നിങ്ങളിട്, ആ വീഡിയോയ്ക്കകത്ത് എത്ര പോസ്റ്റ്, എത്ര കമൻറ്റ് വരും, അത്രയും പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഫൈൻ, അത്രയും പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? അത്രയും പേരെ ഉള്ളോ ഇന്ത്യയിൽ? എത്ര പേരുണ്ട്? അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. സോ ഓൾവേസ് മേക്ക് ഷുവർ വാട്ട് യു വെയർ. അത് എല്ലാ വിമനിലും, എല്ലാ സ്ത്രീകളിലും, അല്ലെ എല്ലാ കുട്ടികളിൽ മുതൽ. ഇപ്പം എനിക്കൊരു മോളുണ്ട്, ഞാൻ കുഞ്ഞിലേ മുതൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് കുഞ്ഞിലേ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ കുഞ്ഞ് നാളത്തെ ഒരു സൊസൈറ്റി ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കിനും എല്ലാം പഠിക്കുകയുള്ളൂ. സോ ബി എ റോൾ മോഡൽ, എല്ലാത്തിനും ഒരു റോൾ മോഡലാവുക. എല്ലാം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുക, അപ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് ശരിയല്ല, അങ്ങനെയാണ്, ഐ ഷുഡ് ബി ഏബിൾ ടു അക്സെപ്റ്റ് ദാറ്റ്. അപ്പം ഓക്കെ ഫൈൻ, ഐ എം റെഡി ടു അക്സെപ്റ്റ് ദാറ്റ്, ഞാൻ ഇങ്ങനത്തെ ഇടാൻ പാടില്ല എന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. സോ അതുപോലെ ഒരു അക്സെപ്റ്റൻസ്, അതുപോലെ ഒരു ഇത് നിങ്ങൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഓവർകം ഓൾ ദീസ് എന്നതാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒപ്പീനിയൻ, കമൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതല്ല ശരി, ഇങ്ങനെയല്ല വേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞറിയിക്കുക. അപ്പം ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് വീഡിയോയിൽ കൂടെ. അപ്പോൾ സോ ടിൽ ദെൻ ടേക്ക് കെയർ. ഞാൻ അടുത്ത വീഡിയോയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഡോണ്ട് ബി ബോതർഡ് വെരി മച്ച് അബൌട്ട് ഡ്രസ്സിങ്. ജസ്റ്റ് ബി യുവർ സെൽഫ്, ഡ്രസ് ഗുഡ്, ഡ്രസ് പ്ലസൻറ്റ്. Okay, take care. Bye bye.